നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രവിശേഷങ്ങൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുത്സവം 7ാം ദിവസം. മയിലക്കൊമ്പിലേക്കുള്ള എതിരേൽപ്പ് മഹോത്സവമാണ് ഈ 10 ദിവസ ഉത്സവ നാളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞത്. 10 ദിവസം ഭഗവാന് തിടമ്പേറ്റുന്നത് പല്ലാട്ട് ബ്രഹ്മദത്തൻ. സമയപരിധികളില്ലാത്ത ഡ്യൂട്ടിയാണ് അവന്. ഒരു ദിവസം 13, 16, 17 മണിക്കൂറോളം അവന് ചിലപ്പോൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ഒരു ലേശം പോലും ക്ഷീണം അവനെ ബാധിക്കുന്നതല്ല. പല്ലാട്ട് ബ്രഹ്മദത്തിന് തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ രീതികൾ ഒന്നും പുതുമയല്ല. പറയാതെ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും. ഇവന്റെ ഏറ്റവും വലിയ ഇഷ്ട പാപ്പനായിരുന്നു ദാമോദരൻ ചേട്ടൻ. ദാമോദരൻ ചേട്ടന്റെ വിടവാങ്ങലിന് ശേഷം പല പാപ്പന്മാരും ഇവന് പാപ്പന്മായി വന്നിട്ടുണ്ടെങ്കിലും ആരൊക്കെ വന്നാലും അവൻ മാനസികമായി അവരുമായി പൊരുത്തപ്പെടുന്ന ചങ്ങാത്തമാണ് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന് ഗജവീരന്റെ സ്വഭാവം. മയിലക്കൊമ്പിലേക്കുള്ള എതിരേൽപ്പിന് തിടമ്പേറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ വർഷവും 5ഉം 6ഉം ആന ഉള്ളതുകൊണ്ട് ഇപ്പോൾ തിടമ്പേറ്റുന്ന സമയത്ത് അവൻ ചുറ്റുവട്ടം നോക്കാറുണ്ട്. മറ്റാനകൾ ആരെങ്കിലും എന്നോടൊപ്പം ഉണ്ടോ എന്ന്. മറ്റാനകളെ ആരെയും കാണാത്തോണ്ട് ഞാൻ തന്നെയാണ് ഭഗവാന്റെ ഇഷ്ടത്തോഴൻ എന്ന വളരെ ഭക്തിപൂർവമായ രീതിയിലാണ് അവന്റെ ഇടപെടലുകളെല്ലാം. ഭഗവാന്റെ ഭാര്യയെ കാണാനുള്ള യാത്രയാണ് അവന്റെ പുറപ്പാട് മയിലക്കൊമ്പിന്. അവിടെ ചെന്നാൽ ദീപാരാധനയ്ക്ക് ശേഷം അവിടെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം 9 മണിയോടെ തിരിച്ചെഴുന്നള്ളി വരുന്നു. വഴിനീളെ പറവച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആനക്കൂട് കവലയിലുള്ള സ്വീകരണമാണ്. പിന്നെ ഐമുറിമഠം ജയരാജ്, വിശ്വനാഥൻ കുടുംബ സഹോദരങ്ങളാണ് ഭഗവാന് അകമ്പടിയായി വാളേന്തി പോകുന്നത്. അയ്യമുറിമഠം ജയരാജനാണ് എല്ലാ വർഷവും ഭഗവാന് തോഴനായി വാളേന്തി പോകുന്നത്. മയിലക്കൊമ്പ് കാഞ്ഞിരങ്കാട് കുടുംബവക പാരമ്പര്യ രീതികളാണ് ഈ എതിരേൽപ്പിന്റെ ഉള്ളടക്കം. മയിലക്കൊമ്പ് ദേവി ഭഗവാന്റെ ഭാര്യ എന്നാണ് വിശ്വാസം. വാളേന്തി ഭഗവാൻ എഴുന്നള്ളി അവിടെ ചെല്ലുമ്പോൾ ഇറക്കി എഴുന്നള്ളിച്ച് അവിടെ പൂജകൾക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്താണ് പിന്നെ പ്രധാന ചടങ്ങ്. തിരിച്ചെഴുന്നള്ളി വരുന്ന വഴിക്ക് പറകൾ വെച്ച് സ്വീകരിച്ച് ഏതാണ്ട് 10:30, 11 മണിയോടെ ആനക്കൂട് ജംഗ്ഷനിൽ കൃഷ്ണനെ സ്വീകരിക്കാൻ വൻ ഭക്തജന തിരക്കായിരിക്കും. നൂറുകണക്കിന് ജനങ്ങൾ പറവെച്ച് ഭഗവാനെ സ്വീകരിച്ച ശേഷമാണ് പൗരാണിക രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ തിയേറ്റർ പടിക്കലും ഗസ്റ്റ് ഹൗസിലും പറവെച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഏകദേശം 1:30-2 മണിയോടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുമുന്നിലെത്തുന്ന എതിരേൽപ്പ് ഇറക്കി എഴുന്നള്ളിപ്പിന് ശേഷം വീണ്ടും ഇന്നേ ദിവസം കൊടിപ്പുറത്ത് വിളക്ക് നടക്കുമെന്നാണ് 7ാം ഉത്സവത്തിന്റെ പ്രത്യേകത. 7ഉം 8ഉം ദിവസങ്ങളിൽ 9 മണിക്ക് നടക്കുന്ന കൊടിപ്പുറത്ത് വിളക്ക് ഈ എതിരേൽപ്പ് മഹോത്സവത്തിന് ശേഷമാണ് നടന്നു വരുന്നത്.
എൻ